മണിപ്പൂരിലെ കലാപബാധിത പ്രദേശങ്ങളിൽ സന്ദർശനം നടത്തി രാഹുൽ ഗാന്ധി. രാഹുലിന്റെ സന്ദർശനത്തിന് മുമ്പ് മണിപ്പൂരിൽ വെടിവയ്പ്, ആക്രമണം പോലീസ് ഔട്ട്പോസ്റ്റിന് നേരെ. സംഭവത്തിൽ 2 പേർ അറസ്റ്റിൽ. സിപിഎമ്മിനെ കുടുക്കിലാക്കി കോഴിക്കോട്ടെ PSC കോഴ വിവാദം. ഏരിയ കമ്മിറ്റി അംഗം പ്രമോദ് കോട്ടോളി പല നേതാക്കളുടെയും പേരിൽ കോഴ വാങ്ങിയെന്ന ആരോപണം. അന്വേഷണ കമ്മീഷനെ നിയോഗിച്ച് കോഴിക്കോട് ജില്ലാ കമ്മിറ്റി. പ്രമോദിനെ പദവികളിൽ നിന്ന് നീക്കാൻ സാധ്യത. ആരോപണം നിഷേധിച്ച പ്രമോദ്, പാർട്ടി ഇതുവരെ ഔദ്യോഗികമായി വിശദീകരണം ചോദിച്ചിട്ടില്ലെന്നും പ്രതികരണം. PSCയുടെ പേരിൽ CPM നേതാവ് കോഴ വാങ്ങിയെന്ന ആരോപണം തള്ളി നിയമസഭയിൽ മുഖ്യമന്ത്രി. PSCയെ അപകീർത്തിപ്പെടുത്താനാണ് പ്രതിപക്ഷ ചോദ്യത്തിന് മറുപടി. അംഗങ്ങളെ നിയമിക്കാൻ വഴിവിട്ട ഇടപെടലുണ്ടായിട്ടില്ലെന്ന് മുഖ്യമന്ത്രി. തുടർച്ചയായി നെഗറ്റീവ് വിഷയങ്ങളെ തന്നെ വലിച്ചിഴക്കരുതെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. എന്തുകൊണ്ട് ടാർഗറ്റ് ചെയ്യുന്നുവെന്ന് ജനങ്ങൾക്കറിയാം. നിയമപരമായി നേരിടുമെന്നും റിയാസ്. PSC കോഴ വിവാദത്തിൽ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം ആവശ്യപ്പെട്ട് കോൺഗ്രസ്. പോലീസ് അന്വേഷിച്ചാൽ സത്യം പുറത്തു വരില്ലെന്ന് DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ. വിഷയം ഒതുക്കി തീർക്കാൻ സർക്കാർ ശ്രമിച്ചെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. വലിയ തോതിൽ കോഴ കൊടുത്താണ് സംസ്ഥാനത്ത് നിയമനം നടക്കുന്നതെന്നും ആരോപണം. കോഴിക്കോട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മിനി ക്യാബിനറ്റിന്റെ നേതാവാണ് മുഹമ്മദ് റിയാസ് എന്ന് PK ഫിറോസ്. നിയമം കാറ്റിൽ പറത്തി ഷുഹൈബ് വധക്കേസ് പ്രതി ആകാശ് തില്ലങ്കേരിയുടെ ജീപ്പ് യാത്ര. നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത ജീപ്പ് രൂപമാറ്റം വരുത്തി നഗരത്തിൽ റോന്തു ചുറ്റൽ. വയനാട് പനമരത്ത് നിന്ന് പകർത്തിയ ദൃശ്യങ്ങൾ വൈറൽ. അന്വേഷണം നടത്തുമെന്ന് വയനാട് എൻഫോഴ്സ്മെന്റ് RTO. തോമസ് ഐസക്കിന് പിന്നാലെ സ്വയം വിമർശനവുമായി MA ബേബിയും. ഇപ്പോൾ മുഴങ്ങുന്നത് ഇടതുപക്ഷത്തിന്റെ അപായമണിയെന്ന് ബേബി. CPMന്റെ ബഹുജന സ്വാധീനം വൻതോതിൽ ഇടിഞ്ഞെന്നും ലേഖനത്തിൽ MA ബേബി. സംഘടനാ വീഴ്ചയ്ക്കൊപ്പം വാക്കും പ്രവൃത്തിയും തിരിച്ചടിക്ക് കാരണമായി. പാർട്ടിക്കകത്തെ ദുഷ്പ്രവണതകൾ മതിയാക്കണമെന്നും ബേബി. ഹാഥ്രസ് ദുരന്തത്തിൽ ഗൂഢാലോചന ആരോപിച്ച് വിവാദ ആൾദൈവം ഭോലെ ബാബയുടെ അഭിഭാഷകൻ. ദുരന്തത്തിന് കാരണം പ്രാർത്ഥനാ ചടങ്ങിനിടെ അജ്ഞാതർ വിഷം സ്പ്രേ ചെയ്തത്. ഗൂഢാലോചനയ്ക്ക് പിന്നിൽ ഭോലെ ബാബയുടെ വർദ്ധിച്ചു വരുന്ന ജനപ്രീതിയെന്നും അഭിഭാഷകൻ. ഹാഥ്രസിലെ ഭോലെ ബാബയുടെ പ്രാർത്ഥനാ ചടങ്ങിനിടെ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചത് 121 പേർ. നീറ്റ് ക്രമക്കേടിൽ കടുപ്പിച്ച് സുപ്രീം കോടതി. ക്രമക്കേടിന്റെ ഗുണഭോക്താക്കളായ വിദ്യാർത്ഥികളെ കണ്ടെത്തിയില്ലെങ്കിൽ പുനഃപരീക്ഷ നടത്തണമെന്ന് കോടതി. നീറ്റ് ചോദ്യപേപ്പർ ഒരിടത്ത് ചോർന്നെന്ന് സമ്മതിച്ച് കേന്ദ്രം. പുനഃപരീക്ഷ ആവശ്യപ്പെടുന്ന എല്ലാ ഹർജിക്കാരും ചേർന്ന് ഒറ്റ അപേക്ഷ നൽകാൻ കോടതിയുടെ നിർദ്ദേശം. വ്യാഴാഴ്ച റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും കോടതിയുടെ ഇടക്കാല ഉത്തരവ്. ചില ഉദ്യോഗസ്ഥർ പോലീസ് സേനയുടെ ശോഭ കെടുത്തുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അച്ചടക്ക നടപടിയുടെ ഭാഗമായി 108 പോലീസുകാരെ പിരിച്ചുവിട്ടെന്നും മുഖ്യമന്ത്രി സഭയിൽ. VIP ഡ്യൂട്ടി ചെയ്യുന്നതുകൊണ്ട് പോലീസുകാർക്ക് ബുദ്ധിമുട്ടില്ലെന്നും പിണറായി വിജയൻ. കരുവന്നൂർ സഹകരണ ബാങ്ക് കള്ളപ്പണ കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് നിർദ്ദേശവുമായി ഹൈക്കോടതി. ED പിടിച്ചെടുത്ത രേഖകൾ ക്രൈംബ്രാഞ്ചിന് നൽകാനാണ് നിർദ്ദേശം. 2 മാസത്തിനുള്ളിൽ രേഖകളിന്മേലുള്ള പരിശോധന പൂർത്തിയാക്കണമെന്നും കോടതി. ശിക്ഷാ ഇളവ് തേടി TP വധക്കേസ് പ്രതികൾ സുപ്രീം കോടതിയിൽ സമർപ്പിച്ച അപ്പീലിൽ നോട്ടീസ്. സംസ്ഥാന സർക്കാർ, KK രമ അടക്കമുള്ള എതിർകക്ഷികൾക്ക് നോട്ടീസ് അയച്ച കോടതി. 6 ആഴ്ചയ്ക്കുള്ളിൽ മറുപടി നൽകാൻ നിർദ്ദേശം.
യാക്കോബായ ഓർത്തഡോക്സ് പള്ളി തർക്കത്തിൽ സർക്കാരിന് താക്കീതുമായി ഹൈക്കോടതി. സർക്കാരിന് ഒരവസരം കൂടി നൽകുമെന്നും അതിനുശേഷവും സുപ്രീം കോടതി ഉത്തരവ് നടപ്പാക്കുന്നില്ലെങ്കിൽ കോടതിയലക്ഷ്യ നടപടിയെന്നും മുന്നറിയിപ്പ്. പ്രശ്നപരിഹാരത്തിന് സാധ്യതകൾ തേടുകയാണെന്ന് സർക്കാർ കോടതിയിൽ. ആർത്തവാവധിക്ക് നയം രൂപീകരിക്കണമെന്ന ഹർജി തള്ളി സുപ്രീം കോടതി. തൊഴിലുടമയ്ക്ക് സ്ത്രീകൾക്ക് ജോലി നൽകുവാൻ താൽപര്യം ഇല്ലാതായേക്കുമെന്ന നിരീക്ഷണം. നയപരമായ കാര്യത്തിൽ ഇടപെടാനില്ലെന്നും ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും തൃശൂർ മേയർ MK വർഗീസും തമ്മിലുള്ള സൗഹൃദത്തിനെതിരെ പ്രതിഷേധം കടുപ്പിച്ച് CPI. സുരേഷ് ഗോപിയെ പുകഴ്ത്തുന്ന മേയറുടെ നിലപാട് തെറ്റാണെന്നും MK വർഗീസ് പദവി ഒഴിയണമെന്നും ജില്ലാ സെക്രട്ടറി KK വത്സരാജ്. MK വർഗീസ് മേയറായി തുടരുമോ എന്നത് LDF ചർച്ച ചെയ്യുമെന്നും വത്സരാജ് പറഞ്ഞത് CPIയുടെ അഭിപ്രായം മാത്രമാണെന്നും CPM ജില്ലാ സെക്രട്ടറി MM വർഗീസ്. ഭിന്നശേഷിക്കാരെ ദൃശ്യമാധ്യമങ്ങളിൽ ചിത്രീകരിക്കുന്നതിൽ മാർഗനിർദ്ദേശവുമായി സുപ്രീം കോടതി. വിവേചനവും മോശ പ്രതിച്ഛായമുണ്ടാക്കുന്ന വാക്കുകൾ പ്രയോഗിക്കരുത്. വൈകല്യമുള്ളവർക്ക് സൂപ്പർ സെൻസറി പവർ വർദ്ധിക്കുമെന്ന തരത്തിലുള്ള മിത്തുകൾ അടിസ്ഥാനമാക്കരുത്. മതിയായ മെഡിക്കൽ വിവരങ്ങൾ പരിശോധിക്കണമെന്നും സുപ്രീം കോടതി. ഡെങ്കിപ്പനി ഭീതിയിൽ എറണാകുളം. ജില്ലയിൽ രോഗവ്യാപനം രൂക്ഷം. ഈ മാസം ആദ്യമാഴ്ചയിൽ തന്നെ 500-ലേറെ പേർ രോഗബാധിതർ. സംസ്ഥാനത്തെ 5-1 ഡെങ്കി ബാധിതരും ജില്ലയിൽ. ജാഗ്രതാ നിർദ്ദേശവുമായി ആരോഗ്യവകുപ്പ്. സിംബാബ്വെക്കെതിരെ മൂന്നാം T20 മത്സരത്തിനൊരുങ്ങി ഇന്ത്യ. സഞ്ജു സാംസണും യശസ്വി ജയ്സ്വാളും ശിവം ദുബെയും ടീമിനൊപ്പം ചേർന്നു. ഹർഷിത്, സായി സുദർശൻ, ജിതേഷ് ശർമ്മ എന്നിവർ നാട്ടിലേക്ക് മടങ്ങി. മൂന്നാം മത്സരം ബുധനാഴ്ച വൈകിട്ട്. ചരിത്രം കുറിച്ച് ഇന്ത്യൻ ഹർഡിൽസ് താരം ജ്യോതി യരാജി. ഒളിമ്പിക് ഹർഡിൽസിൽ പങ്കെടുക്കുന്ന ആദ്യ ഇന്ത്യൻ വനിതാ താരമായി ജ്യോതി. പാരീസ് ഒളിമ്പിക്സിൽ ജ്യോതി മാറ്റുരയ്ക്കും. ഏഷ്യൻ ഗെയിംസ് ഹർഡിൽസിൽ സ്വർണം നേടിയ ആദ്യ വനിതാ താരമാണ് ജ്യോതി. വിംബിൾഡൺ ടെന്നീസിൽ ക്വാർട്ടർ പ്രതീക്ഷയോടെ നോവാക് ജോക്കോവിച്ച് ഇന്നിറങ്ങും. പ്രീ ക്വാർട്ടറിൽ എതിരാളി ഹോൾഗർ റൂൺ. സ്വരേവിനും ഇന്ന് മത്സരം. പ്രീ ക്വാർട്ടർ മത്സരങ്ങൾ ഇന്ന് പൂർത്തിയാകും. ഇതിഹാസ താരം സരത് ജയസൂര്യ ഇനി ശ്രീലങ്കൻ ക്രിക്കറ്റ് ടീം പരിശീലകൻ. സെപ്റ്റംബറിലെ ഇംഗ്ലണ്ട് പര്യടനം വരെ ഇടക്കാല പരിശീലകനായി നിയമനം. തീരുമാനം നിലവിലെ പരിശീലകൻ ക്രിസ് സിൽവർവുഡ് രാജിവെച്ചതിനാൽ. ഇന്ത്യൻ ടീം മുൻ നായകൻ സൗരവ് ഗാംഗുലിക്ക് ഇന്ന് 52-ാം പിറന്നാള്. ദാതയ്ക്കാശംസകളുമായി സച്ചിൻ അടക്കമുള്ള താരങ്ങൾ. ഇന്ത്യൻ ക്രിക്കറ്റിലെ എക്കാലത്തെ മികച്ച ക്യാപ്റ്റന്മാരിൽ ഒരാൾ. അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിച്ച ശേഷം ആദ്യ ISL-നൊരുങ്ങി സുനിൽ ഛേത്രി. ഇത്തവണ ബംഗളൂരു FC മികച്ച പ്രകടനം നടത്തുമെന്ന നായകൻ. ടീമിലെല്ലാവരും കഠിനമായ പരിശീലനത്തിലാണ്. കഴിഞ്ഞ സീസണിൽ ബംഗളൂരു അവസാനിപ്പിച്ചത് 10-ാം സ്ഥാനത്ത്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിലെ ബ്രസീലിയൻ താരം കാസ്മിറോ ടീം വിട്ടേക്കും. സീസണിൽ സൗദിയിലേക്ക് പോകുമെന്ന റിപ്പോർട്ട്. കാസ്മിറോയ്ക്ക് പകരം പുതിയ മധ്യനിര താരത്തെ തേടി യുണൈറ്റഡ്. മീറ്റർ സ്റ്റീപ്പിൾ ചേസിൽ റെക്കോർഡിട്ട ഇന്ത്യൻ താരം അവിനാഷ് സാബ്ലെ. തിരുത്തിക്കുറിച്ചത് തന്റെ തന്നെ ദേശീയ റെക്കോർഡ്.
മത്സരം പൂർത്തിയാക്കിയത് 8 മിനിറ്റ് 9 സെക്കൻഡിൽ. കരീബിയൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ മാറ്റുരയ്ക്കുവാൻ ഇന്ത്യൻ വനിതകൾ. ജെബിമ റോഡ്രിഗസ്, ചിഖ പാണ്ഡെ എന്നിവർ ട്രിബാഗോ നൈറ്റ് റൈഡേഴ്സിനായി കളത്തിലിറങ്ങും. ഇരുവർക്ക് മത്സരിക്കുവാൻ അനുമതി നൽകി BCCI. ടൂർണമെന്റ് ആരംഭിക്കുക ഓഗസ്റ്റ് 21-ന്. മമതാ സർക്കാരിന് തിരിച്ചടി. സന്ദേശ് വാലി കേസിൽ CBI അന്വേഷണം തുടരും. കൊൽക്കത്ത ഹൈക്കോടതി ഉത്തരവ് റദ്ദാക്കണമെന്ന സർക്കാരിന്റെ ഹർജി തള്ളി സുപ്രീം കോടതി. വൈദ്യുത കണക്ഷൻ വിച്ഛേദിച്ച സംഭവത്തിൽ KSEB ചെയർമാൻ ബിജു പ്രഭാകറെ തള്ളി CPM തിരുവമ്പാടി ഏരിയ സെക്രട്ടറി VK വിനോദ്. ബിജു പ്രഭാകരൻ ചെയ്ത കുറ്റം സർക്കാരിന് ഏറ്റെടുക്കുവാനാകില്ല. ഒരാൾ അക്രമം നടത്തിയതുകൊണ്ട് അവരുടെ കണക്ഷൻ വിച്ഛേദിച്ചത് അംഗീകരിക്കാൻ കഴിയില്ലെന്നും VK വിനോദ്. സംസ്ഥാനത്ത് ജൽജീവൻ പദ്ധതി താളം തെറ്റിയെന്ന് പ്രതിപക്ഷം നിയമസഭയിൽ. ഏകോപനമില്ലാതെ പദ്ധതി ഇല്ലാതാക്കിയെന്ന് പ്രതിപക്ഷ നേതാവ്. പ്രതിപക്ഷം നൽകിയ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചു. കേന്ദ്രം വിഹിതം സമയബന്ധിതമായി നൽകാത്തതാണ് പദ്ധതിയെ ബാധിച്ചതെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. പോരായ്മകൾ പരിഹരിക്കുവാൻ സർക്കാർ ശ്രമിക്കുന്നുണ്ടെന്നും മന്ത്രി. സംസ്ഥാനത്ത് റേഷൻ വിതരണം സ്തംഭനാവസ്ഥയിൽ. റേഷൻ വ്യാപാരി സംയുക്ത സമിതിയുടെ നേതൃത്വത്തിൽ 48 മണിക്കൂർ രാപ്പകൽ സമരം. ഭക്ഷ്യമന്ത്രിയുടെ പ്രസ്താവന തള്ളി CITU നേതാവ് TP രാമകൃഷ്ണൻ. എല്ലാം പരിഹരിച്ചെങ്കിൽ നടപ്പാക്കിയാൽ പോരെയെന്നും വിമർശനം. മുഖ്യമന്ത്രിക്കെതിരെ ഉന്നയിച്ച വിമർശനങ്ങളിൽ തോമസ് ചാഴികാടനെ തള്ളി ജോസ് കെ മാണി. ഒരു പ്രസംഗം കൊണ്ട് ഒരാൾ തോൽക്കുമെന്ന് കരുതുന്നില്ല. മുന്നണിക്ക് കൂട്ടുത്തരവാദിത്തമുണ്ട് എന്നാണ് പാർട്ടി നിലപാടെന്നും ജോസ് കെ മാണി. തൃശൂർ മേയർ MK വർഗീസിനെതിരെ CPI. മേയർ പദവി ഒഴിഞ്ഞ് ഇടതാശയം മുന്നോട്ട് വയ്ക്കുന്ന മറ്റൊരു മേയർ വരണമെന്ന് ജില്ലാ ഘടകം. മേയർക്കെതിരെയുള്ളത് CPIയുടെ അഭിപ്രായമെന്ന് CPIM ജില്ലാ സെക്രട്ടറി MM വർഗീസ്. MK വർഗീസ് മേയറായി തുടരുമോ എന്നത് LDF ചർച്ച ചെയ്യും. അത് മാധ്യമങ്ങളുമായി ചർച്ച ചെയ്യേണ്ടതല്ലെന്നും ജില്ലാ സെക്രട്ടറി. കണ്ണൂർ തളിപ്പറമ്പിൽ കനത്ത മഴയെ തുടർന്ന് വീട് തകർന്നു. 3 കുട്ടികൾക്ക് പരിക്കേറ്റു. കടമ്പേരി ഓരിച്ചാൽ കനാൽ റോഡിലെ റഷീദിന്റെ വീടാണ് പൂർണ്ണമായും തകർന്നു വീണത്. SNDP മൈക്രോ ഫിനാൻസ് പദ്ധതിയുമായി ബന്ധപ്പെട്ട ക്രമക്കേട് കേസുകളിൽ 1 മാസത്തിനകം അന്വേഷണം പൂർത്തീകരിക്കാൻ ഹൈക്കോടതിയുടെ ഉത്തരവ്. വിജിലൻസ് SP-ക്കാണ് കോടതി നിർദ്ദേശം നൽകിയത്. നിലവിലെ വിജിലൻസ് അന്വേഷണം കാര്യക്ഷമം അല്ല എന്നാരോപിച്ച് ചേർത്തല മാരാരിക്കുളം സ്വദേശി MS അനിൽ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. മൈക്രോ ഫിനാൻസ് പദ്ധതിയിൽ ക്രമക്കേട് ആരോപിച്ച SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനടക്കമുള്ളവർക്കെതിരെ മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ നൽകിയ പരാതിയിലാണ് വിജിലൻസ് കേസെടുത്ത് അന്വേഷണം നടത്തിവരുന്നത്. കോൺഗ്രസിലെ കൂടോത്ര വിവാദത്തിൽ കേസെടുക്കുവാൻ നിർദ്ദേശം. മ്യൂസിയം പോലീസിന് നിർദ്ദേശം നൽകി. കന്റോൺമെന്റ് ACP നിർദ്ദേശം നൽകി. മരണഭയം സൃഷ്ടിക്കൽ, അതിക്രമിച്ചു കടക്കൽ എന്നീ വകുപ്പുകൾ ചുമത്തും. യാക്കോബായ ഓർത്തഡോക്സ് പള്ളിത്തർക്കവുമായി ബന്ധപ്പെട്ട് പ്രശ്നപരിഹാരത്തിന് സർക്കാരിന് ഒരവസരം കൂടി നൽകാമെന്ന് ഹൈക്കോടതി. അതിനുശേഷവും സുപ്രീം കോടതി ഉത്തരവ് നടപ്പാക്കുന്നില്ലെങ്കിൽ കോടതിയലക്ഷ്യ നടപടിയെടുക്കുമെന്നും മുന്നറിയിപ്പ്. പ്രശ്നപരിഹാര സാധ്യത തേടുകയാണെന്ന് സർക്കാർ കോടതിയിൽ.
കടത്തിയെന്ന മഞ്ഞളാംകുഴി അഴി നിയമസഭയിൽ. ജനസമ്മതി ഉണ്ടായിരുന്ന കെ രാധാകൃഷ്ണനെ പോലെ ഒരാളെ നാട് കടത്തിയെന്നായിരുന്നു പരാമർശം. നാടുകടത്തൽ പരാമർശം പിൻവലിക്കണമെന്ന മന്ത്രി എ.കെ. ശശീന്ദ്രൻ. ക്രമപ്രശ്നം ഉന്നയിച്ചെങ്കിലും പരാമർശം പിൻവലിക്കില്ലെന്ന നിലപാടിൽ ഉറച്ച മഞ്ഞളാംകുഴി അഴി. മലപ്പുറത്ത് മത്സ്യബന്ധനത്തിനിടെ കടലിൽ കാണാതായ ചേളാരി സ്വദേശി മുഹമ്മദ് ഷാഫിയുടെ മൃതദേഹം കണ്ടെത്തി. മൃതദേഹം കണ്ടെടുത്തത് വടകര പയ്യോളി മിനി ഗോവയിൽ നിന്ന്. കടലിൽ വീണുപോയ വല തിരിച്ചെടുക്കുന്നതിനിടെയായിരുന്നു അപകടം. കണ്ടല സഹകരണ ബാങ്ക് തട്ടിപ്പിൽ കേസ് റദ്ദാക്കണമെന്ന ബാങ്ക് മുൻ പ്രസിഡന്റ് എൻ ഭാസുരാംഗന്റെ ആവശ്യം ഹൈക്കോടതി തള്ളി. മാറാനല്ലൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത കേസിനെതിരെയായിരുന്നു ഹർജി. 100 കോടിയിലധികം രൂപയുടെ ക്രമക്കേടാണ് നടന്നതെന്ന് സർക്കാർ. തമിഴ്നാട് നീലഗിരി കൂനൂർ ടൗണിൽ കാട്ടുപോത്തിറങ്ങി. വാഹനങ്ങൾക്കും ജനങ്ങൾക്കും ഇടയിലൂടെയായിരുന്നു കാട്ടുപോത്തിന്റെ സഞ്ചാരം. LDF-ൽ കേരള കോൺഗ്രസ് എം ഒറ്റപ്പെട്ടെന്ന കെ സുധാകരൻ. കേരള കോൺഗ്രസിനെ CPM CPI പ്രവർത്തകർ വേണ്ട രീതിയിൽ സ്വീകരിച്ചില്ല. സമീപകാല തെരഞ്ഞെടുപ്പുകളിലെ തോൽവി വിലയിരുത്തുമ്പോൾ അത് മനസ്സിലാകുമെന്നും കെ സുധാകരൻ. കോട്ടയത്ത് സ്വകാര്യ ബസ് കണ്ടക്ടർക്ക് മർദ്ദനം യൂണിഫോമും കൺസെഷൻ കാർഡുമില്ലാതെ ST ടിക്കറ്റിൽ യാത്ര ചെയ്ത വിദ്യാർത്ഥിനിയെ ചോദ്യം ചെയ്തതിന്. വിദ്യാർത്ഥിനിയുടെ ബന്ധുക്കളെ മർദ്ദനമേറ്റത് കണ്ടക്ടർ പ്രദീപിന്. കണ്ണൂർ തളിപ്പറമ്പിൽ ബൈക്കിന്റെ ഹെഡ്ലൈറ്റിനുള്ളിൽ പെരുമ്പാമ്പിനെ കണ്ടെത്തിയത് അരിയിൽ സ്വദേശി ഷമീറിന്റെ ബൈക്കിൽ. പാമ്പിനെ പിടികൂടി വനത്തിനുള്ളിൽ വിട്ടു. വയനാട് മക്കിമലയിൽ മാവോയിസ്റ്റുകൾക്കെതിരെ പോസ്റ്ററുകൾക്ക് പിന്നിൽ ആരാണ് എന്നത് വ്യക്തമല്ല. സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ച് പോലീസ്. തമിഴ്നാട് എരുമാട് തേയില ഫാക്ടറിയിൽ തീപിടുത്തം. തീ പടർന്നത് ഫാക്ടറിയിലെ ഡ്രയർ യൂണിറ്റിൽ നിന്ന്. 2 യൂണിറ്റ് അഗ്നിശമന സേന എത്തി തീ അണച്ചു. കണ്ണൂർ കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് താലൂക്ക് ആശുപത്രിയുടെ മതിൽ തകർന്നു വീണു. തകർന്നത് പ്രധാന പ്രവേശന കവാടത്തോട് ചേർന്ന മതിൽ. കഴിഞ്ഞ ദിവസമുണ്ടായ കനത്ത മഴയെ തുടർന്നാണ് മതിൽ തകർന്നു വീണത്. കൂടോത്ര വിവാദത്തിൽ നിയമസഭയിൽ കോൺഗ്രസിനെ പരിഹസിച്ച മുരളി പെരുന്നെല്ലി MLA. KPCCയുടെ പേര് കൂടോത്ര പ്രചാരണ കമ്മിറ്റി എന്നാക്കണമെന്ന മുരളി പെരുന്നെല്ലി. അറുപിന്തിരിപ്പൻ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന സംഘടനയായി കോൺഗ്രസ് മാറി. കുട്ടികളുടെ മനസ്സിൽ ഇത്തരം ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന RSSും കോൺഗ്രസും തമ്മിൽ എന്ത് വ്യത്യാസമെന്നും മുരളി പെരുന്നെല്ലി ചോദിച്ചു. കാൽപാദം നോക്കി ആളെ തിരിച്ചറിഞ്ഞ് ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം പിടിച്ച് സജീവൻ. 500ഓളം പേരുടെ കാൽപാദം കണ്ട് ആളെ തിരിച്ചറിയും. പ്രത്യേക കഴിവിൽ റെക്കോർഡ് നേടിയത് 2011.
ചാലിയത്ത് നഗരവനം പദ്ധതി. പ്രകൃതിയുടെ ചെറു പച്ചത്തുരുത്തുകൾ ഇനി കോഴിക്കോടും. 2000-ലധികം തൈകൾ നട്ടുപിടിപ്പിച്ച് വനം വകുപ്പ്. നഗരവനം കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന പദ്ധതി. തൃശൂർ വെസ്റ്റ് സ്റ്റേഷനിൽ ഗുണ്ടാ നേതാവിന്റെ ഭീഷണി. തൃശൂർ ഈസ്റ്റ് സ്റ്റേഷനും കമ്മീഷണർ ഓഫീസും ബോംബ് വെച്ച് തകർക്കുമെന്നാണ് ഗുണ്ടയുടെ ഫോൺ ഭീഷണി. തൃശൂർ പുത്തൂർ സ്വദേശി സാജന്റേതാണ് ഭീഷണി കോൾ. ഇയാൾക്കെതിരെ ഈസ്റ്റ് വെസ്റ്റ് പോലീസുകൾ കേസെടുത്തു. മാന്നാർ കലാകൊലക്കേസിൽ പ്രതികളെ വീണ്ടും പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. 3 പ്രതികളും ജൂലൈ 11 വരെ കസ്റ്റഡിയിൽ. കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കെ പോലീസ് വീണ്ടും കോടതിയെ സമീപിക്കുകയായിരുന്നു. വയനാട് പുത്തുമല കാശ്മീരിൽ കാട്ടാനയുടെ ആക്രമണം. പടിപ്പുരയ്ക്കൽ പ്രശാന്ത്, ഇബ്രാഹിം എന്നിവരുടെ കൃഷികൾ നശിപ്പിച്ചു. സംഭവസ്ഥലം സന്ദർശിച്ച് വനം വകുപ്പ് അധികൃതർ. സംസ്ഥാനത്ത് പകർച്ചവ്യാധികൾ വ്യാപിക്കുമ്പോൾ കൂട്ടാവധിയെടുത്ത തൃക്കരിപ്പൂർ താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർമാർ. കൂട്ടാവധി പ്രതിദിനം 1000-ഓളം രോഗികളെത്തുന്ന ആശുപത്രി. സംസ്ഥാന മത്സ്യ കർഷക അവാർഡുകൾ പ്രഖ്യാപിച്ചു. വിവിധ മത്സ്യകൃഷി രീതികളിൽ മികവ് തെളിയിച്ചവർക്കാണ് അവാർഡുകൾ. എറണാകുളം പച്ചാളം സ്വദേശി ദിനേശ് KG ആണ് മികച്ച ഓരുജല മത്സ്യ കർഷകൻ. EV കബീറിനെ മികച്ച ചെമ്മീൻ കർഷകനായും മാത്തിക്കുട്ടി BTയെ ശുദ്ധജല മത്സ്യ കർഷകനായും തിരഞ്ഞെടുത്തു. 50,000 രൂപയാണ് ഒന്നാം സമ്മാനം. അവാർഡുകൾ ജൂലൈ 10-ന് മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് വിതരണം ചെയ്യുമെന്ന് മന്ത്രി സജി ചെറിയാൻ അറിയിച്ചു. സ്വകാര്യ ബസ് മിനി ലോറിയിൽ ഇടിച്ച അപകടം. കോഴിക്കോട് കൊല്ലങ്കൽ ദേശീയപാതയിൽ താമരശ്ശേരിക്ക് സമീപം അമ്പായത്തോടാണ് അപകടം നടന്നത്. കോഴിക്കോട് നിന്നും ദേവാലയയിലേക്ക് പോകുന്ന സ്വകാര്യ ബസ് മറ്റൊരു ബസിനെ മറികടക്കുവാനുള്ള ശ്രമത്തിനിടെ എതിർദിശയിൽ വന്ന മിനി ലോറിയിൽ ഇടിക്കുകയായിരുന്നു. കൊച്ചി മുണ്ടംവേലിയിൽ പെൻഷൻ മസ്റ്ററിംഗിനായി ക്യൂ നിന്ന 70-കാരൻ കുഴഞ്ഞു വീണ് മരിച്ചു. മരിച്ചത് കണ്ണമാലി സ്വദേശി KJ സെബാസ്റ്റ്യൻ. കുഴഞ്ഞു വീണ ഉടൻ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കണ്ണൂർ ശ്രീകണ്ഠപുരത്ത് +1 വിദ്യാർത്ഥികൾക്ക് നേരെ +2 വിദ്യാർത്ഥികളുടെ അതിക്രമം. 2 വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. തലയ്ക്ക് ചവിട്ടേറ്റ ബോധം കെട്ടുവീണ വിദ്യാർത്ഥിയായ ഫാദിലിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മർദ്ദിച്ചത് 20-ലേറെ പേരടങ്ങുന്ന സംഘമെന്ന് ഫാദിൽ പറഞ്ഞു. കൊച്ചിയിൽ ബൈക്കുമായി അഭ്യാസ പ്രകടനം നടത്തിയ ആൾക്കെതിരെ നടപടി. തിരുവനന്തപുരം സ്വദേശിയോട് ഹാജരാവാൻ ആവശ്യപ്പെട്ട മോട്ടോർ വാഹന വകുപ്പ്. വാഹനത്തിന്റെ നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് കിരൺ ജ്യോതിയെ കണ്ടെത്തിയത്. കൊച്ചി കളമശ്ശേരിയിൽ വ്യത്യസ്തമായ ബൈക്ക് മോഷണം. പൾസർ ബൈക്ക് മോഷ്ടിച്ച ശേഷം ബുള്ളറ്റ് ഉപേക്ഷിച്ച മോഷ്ടാവ് കടന്നു കളഞ്ഞു. കളമശ്ശേരിയിൽ ജോലി ചെയ്യുന്ന മലപ്പുറം സ്വദേശിയുടെ ബൈക്കാണ് മോഷണം പോയത്. എറണാകുളത്ത് ട്രെയിനിന് മുകളിൽ കയറിയ 17-കാരൻ ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് എളമരക്കര പോലീസ്. മരിച്ച ആന്റണി ജോസ് ട്രെയിനിന് മുകളിൽ കയറിയത് കൂട്ടുകാരുമായുള്ള പന്തയത്തിന്റെ ഭാഗമായെന്ന് സംശയം. ആന്റണിയുടെ സുഹൃത്തുക്കളെ പോലീസ് ചോദ്യം ചെയ്യും. ഇടുക്കി മൂന്നാർ ലക്ഷ്മി വിരിപ്പാറയിൽ കടുവയിറങ്ങി. കടുവയെ കണ്ടത് തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന ലയത്തിന് സമീപത്തെ തേയിലത്തോട്ടത്തിൽ.
സംഘർഷമുണ്ടായ കൊയിലാണ്ടി ഗുരുദേവ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിൽ പോലീസ് നിരീക്ഷണം തുടരണമെന്ന് ഹൈക്കോടതി. കോളേജ് പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അടിയന്തര സാഹചര്യമുണ്ടായാൽ പോലീസിന്റെ കർശന ഇടപെടലുണ്ടാവണം. പുറത്തുനിന്നുള്ളവരെ അനാവശ്യമായി കോളേജ് വളപ്പിലേക്ക് പ്രവേശിപ്പിക്കരുതെന്നും ജസ്റ്റിസ് VG അരുൺ നിർദ്ദേശിച്ചു. SFI വിദ്യാർത്ഥികളുടെ സംഘർഷത്തിൽ മർദ്ദനമേറ്റ പ്രിൻസിപ്പൽ ഡോക്ടർ സുനിൽ ഭാസ്കരനും മാനേജ്മെന്റും നൽകിയ ഹർജി തീർപ്പാക്കിയാണ് കോടതിയുടെ ഉത്തരവ്. കേരള ബാങ്കിന്റെ റേറ്റിംഗ് മെച്ചപ്പെടുത്തുവാൻ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്ന് മന്ത്രി VN വാസവൻ. നബാർഡിന്റെ പരിശോധനയിലാണ് റേറ്റിംഗ് കുറച്ചത്. അടുത്തുവരുന്ന പരിശോധനയിൽ റേറ്റിംഗ് കൃത്യമാകും. ബാങ്ക് ഇടപാടുകളെ റേറ്റിംഗ് മാറ്റം ബാധിക്കില്ലെന്നും മന്ത്രി പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് VD സതീഷിന്റെ സബ്മിഷനാണ് മന്ത്രിയുടെ മറുപടി. അമ്പലപ്പറമ്പിലെ ആൽത്തറയിൽ പകൽ മയക്കത്തിലായിരുന്ന ആളെ ഉണർത്തി ഇഴഞ്ഞു കയറുന്ന പാമ്പിന്റെ ദൃശ്യങ്ങൾ. സംഭവം തൃശൂർ കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലാണ്. ആൽത്തറയിൽ ഉറങ്ങുകയായിരുന്ന ആളുകൾ ബഹളം കേട്ടുണർന്നതോടെ പാമ്പും പരിഭ്രമിച്ച് മാളത്തിലൊളിച്ചു. പാലം അറ്റകുറ്റപ്പണിക്കായി വെള്ളിയാഴ്ച അടയ്ക്കും. ഇന്ന് രാത്രി മുതൽ അടച്ചിടാനായിരുന്നു നേരത്തെ തീരുമാനിച്ചത്. മഴ തുടരുന്നതിനാൽ അറ്റകുറ്റപ്പണിക്ക് സാധ്യമല്ലാത്തതിനാലാണ് തീരുമാനമാറ്റം. കണ്ണൂർ പയ്യന്നൂരിൽ കനത്ത മഴയിൽ വീടിന്റെ മേൽക്കൂര തകർന്നു വീണത് വെള്ളൂരിലെ കിഴക്കേ വീട്ടിൽ നാരായണന്റെ ഓടുമേഞ്ഞ വീടിന്റെ മേൽക്കൂര. പയ്യന്നൂർ നഗരസഭയിലെ അതിദരിദ്ര വിഭാഗത്തിൽപ്പെട്ടവരുടെ പട്ടികയിൽ ഉൾപ്പെട്ടയാളാണ് നാരായണൻ. തകർന്നു വീഴുമ്പോൾ നാരായണൻ വീടിന്റെ പുറത്തായിരുന്നു. പക്ഷിപ്പനിയിൽ മുൻകരുതൽ സ്വീകരിച്ചിട്ടുണ്ടെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ആരോഗ്യവകുപ്പ് പുറത്തിറക്കിയ പ്രത്യേക ഗൈഡ് ലൈൻ കർഷകർ പരിപാലിക്കണം. ആഗോളതലത്തിൽ പക്ഷിപ്പനി മനുഷ്യനിലേക്ക് വ്യാപിക്കുന്നത് കൂടുകയാണ്. പശ്ചിമ ബംഗാളിലും ഒരാൾക്ക് പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നും മന്ത്രി നിയമസഭയെ അറിയിച്ചു. കൊച്ചിയിൽ 63 കുപ്പി ഹെറോയിനുമായി 2 അതിഥി തൊഴിലാളികൾ പിടിയിലായത് ഓപ്പറേഷൻ ക്ലീൻ പെരുമ്പാവൂരിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ. ആസാമിൽ നിന്നും ട്രെയിൻ മാർഗം വഴി എത്തിക്കുന്ന ഹെറോയിൻ കുപ്പികളിലാക്കി വിൽപ്പന നടത്തിവരികയായിരുന്നു ഇവർ. സ്റ്റുഡന്റ് വെൽഫെയർ ഡയറക്ടർ ഡോക്ടർ PK ബേബിക്കെതിരെ സ്ത്രീത്വത്തെ അപമാനിച്ചതിന് കേസ്. നടപടി കലോത്സവ സമയത്ത് അപമര്യാദയായി പെരുമാറിയെന്ന വിദ്യാർത്ഥിയുടെ പരാതി. PK ബേബിയുടെ കോലം കത്തിച്ച് പ്രതിഷേധിച്ച് കേസ്. തൃശൂർ കുന്നംകുളത്ത് ഓടിക്കൊണ്ടിരുന്ന ബസ്സിൽ ഡ്രൈവർക്ക് ക്രൂരമർദ്ദനം. ഫിദാമോൾ ബസ്സിലെ ഡ്രൈവർ ലിബീഷിനാണ് മർദ്ദനമേറ്റത്. മർദ്ദനത്തിൽ പരിക്കേറ്റ ലിബീഷ് കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. സംഭവത്തിൽ കുന്നംകുളം പോലീസ് കേസെടുത്തു. വയനാട് ജില്ലയിലെ വനം വകുപ്പിന് പുതിയ ഡ്രോണുകൾ. മണപ്പുറം ഏജൻസിയുടെ CSR ഫണ്ട് വിനിയോഗിച്ച് നൽകിയ ഡ്രോണുകൾ വനം വകുപ്പിന് കൈമാറി ജില്ലാ കളക്ടർ. തൃശൂർ വിയൂർ ജില്ലാ ജയിലിൽ പച്ചക്കറി കൃഷി. കാടുകയറി തരിച്ചുകിടന്ന സ്ഥലം കൃഷിഭൂമിയാക്കി മാറ്റി. പദ്ധതി തുടങ്ങിയത് മുൻ ജയിൽ സൂപ്രണ്ട് അനിൽകുമാറിന്റെ താൽപര്യപ്രകാരം. കൃഷി ചെയ്യുവാൻ 20-ലേറെ തടവ് പുള്ളികൾ. കൃഷിയിലൂടെ തടവ് പുള്ളികൾക്ക് മികച്ച വരുമാനവും ജയിൽ വികസനത്തിന് തനതു ഫണ്ടും.
കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ അതിർത്തി പ്രദേശമായ ബോഡിമെട്ടിന് സമീപം കുടിവെള്ളത്തിൽ കക്കൂസ് മാലിന്യം കലർത്തിയതായി പരാതി. നിരവധി തോട്ടം തൊഴിലാളികൾ ആശ്രയിക്കുന്ന കുടിവെള്ളത്തിലേക്ക് ശുചിമുറി മാലിന്യം സാമൂഹ്യ വിരുദ്ധർ ആണ് തള്ളിയത്. സംഭവത്തിൽ ശാന്തൻപാറ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കേന്ദ്ര സർവകലാശാല പ്രവേശന പരീക്ഷയിൽ വൻ ക്രമക്കേട്. ബീഹാറിൽ ആൾമാറാട്ടം നടത്തി പരീക്ഷ എഴുതിയ 15 പേർ അറസ്റ്റിൽ. വിദ്യാർത്ഥികളുടെ പരാതി പരിശോധിച്ചതിന് ശേഷം വീണ്ടും പരീക്ഷ നടത്തുവാൻ NTA. ഭാരത് അരി വിതരണം നിർത്തലാക്കിയതിനെതിരെ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ. കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കും. കേന്ദ്ര സർക്കാരിന് രാഷ്ട്രീയ ഇച്ഛാശക്തി ഇല്ലെന്നും വിമർശനം. കുൽഗാമിൽ സൈന്യത്തിന് നേരെ ആക്രമണം നടത്തിയ ഭീകരർക്ക് പ്രാദേശിക സഹായം ലഭിച്ചിരുന്നതായി കണ്ടെത്തൽ. ഭീകരർക്ക് താമസ സൗകര്യം ഒരുക്കിയ ഒളിസങ്കേതവും ബങ്കറും സൈന്യം കണ്ടെത്തി. കുൽഗാമിൽ ഇന്നലെ ഹിസ്ബുൾ മുജാഹിദിന്റെ പ്രാദേശിക കമാൻഡർ അടക്കം 6 പേരെ സൈന്യം വെടിവെച്ചു കൊന്നിരുന്നു. ഭീകരരുടെ ആക്രമണത്തിൽ 2 ഇന്ത്യൻ സൈനികരും മരിച്ചു. മുംബൈ വെർലി ഹിറ്റ് ആൻഡ് റൺ കേസ് പ്രതികളെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം പോലീസ് കസ്റ്റഡിയിലെടുത്തു. പ്രതികൾ രാജാന്തർ സിംഗ് ബിദാവത്ത്, അച്ഛൻ രാജേഷ് ഷാ എന്നിവർ. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ ചെയർമാൻ സ്ഥാനം ലക്ഷ്യമിട്ട് ജയ് ഷാ. നവംബറിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചേക്കും. 2019 BCCI സെക്രട്ടറിയായി ചുമതലയേറ്റ ജയ് ഷാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി സ്ഥാനം ഒഴിയുവാനും സാധ്യത. മണിക്കൂർ നീണ്ട മഴയെ തുടർന്ന് മുംബൈ നഗരം വെള്ളത്തിൽ. സ്കൂളുകൾക്കും കോളേജുകൾക്കും അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നിരവധി ട്രെയിനുകൾ റദ്ദാക്കി. രാജ്യത്ത് കുട്ടികളിലും കൗമാരക്കാരിലും വൃക്ക തകരാർ കൂടുതലെന്ന കണ്ടെത്തൽ. 1,49,000 കുട്ടികളും കൗമാരക്കാരും വൃക്ക സംബന്ധമായ രോഗങ്ങൾ നേരിടുന്നുവെന്ന് പഠനം. ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പോപ്പുലേഷൻ സയൻസ്, ദി ജോർജ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് ഹെൽത്ത് എന്നിവിടങ്ങളിലെ ഗവേഷകർ നടത്തിയ പഠനത്തിലാണ് കണ്ടെത്തൽ. ടാറ്റ സ്റ്റീലിലെ തൊഴിൽ നഷ്ടം തടയാനുള്ള നടപടികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്ന് സൂചന നൽകി UK-യിൽ കെയർ സ്റ്റാർമർ സർക്കാർ. ടാറ്റ സ്റ്റീലിലെ തൊഴിൽ നഷ്ടം തടയാനുള്ള നടപടികൾക്ക് സർക്കാർ മുൻഗണന നൽകുമെന്ന് വ്യവസായ മന്ത്രി ജൊനാഥൻ റെയ്നോൾഡ്. കമ്പനിയുമായി സർക്കാർ ചർച്ച നടത്തിയെന്നും റിപ്പോർട്ടുകൾ. ഡൽഹി മദ്യനയ കേസിൽ തിഹാർ ജയിലിൽ അധികൃതർക്ക് നോട്ടീസ്. അരവിന്ദ് കെജ്രിവാളിന്റെ കേസിലാണ് നോട്ടീസ്. അഭിഭാഷകരുമായി കൂടിക്കാഴ്ച നടത്തുവാൻ അനുവദിക്കണമെന്ന കെജ്രിവാളിന്റെ ഹർജിയിലാണ് ഡൽഹി ഹൈക്കോടതി നോട്ടീസ് അയച്ചത്. മോദി സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കി സഖ്യകക്ഷികൾ. ബജറ്റ് വിഹിതം വർദ്ധിപ്പിക്കണമെന്ന് TDPയും JDUവും. ആവശ്യപ്പെട്ടത് ആയിരക്കണക്കിന് കോടി രൂപ. ബജറ്റ് അവതരിപ്പിക്കുക ജൂലൈ 23-ന്. വ്യാജ അക്കാദമിക് സർട്ടിഫിക്കറ്റുകൾ ഉപയോഗിച്ച് ജോലി നേടിയവർക്കെതിരെ നടപടി കടുപ്പിച്ച് കുവൈത്ത്. രാജ്യത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ജീവനക്കാരുടെ യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ പരിശോധിക്കാനായി സമർപ്പിക്കാൻ നിർദ്ദേശം.
കൃത്രിമം കാണിച്ചതായി അന്വേഷണത്തിൽ ബോധ്യമായാൽ ശമ്പളം തിരികെ പിടിക്കും. കോടതി വിധിക്കുന്ന പിഴകളും ഇത്തരം ജീവനക്കാർ അടയ്ക്കേണ്ടി വരും. യുക്രൈൻ തലസ്ഥാനമായ കിയേവിൽ റഷ്യ നടത്തിയ ആക്രമണത്തിൽ 24 പേർ കൊല്ലപ്പെട്ടു. കിയേവ്, ഡെനിപ്രോ, ക്രൈവിറിഹ്, സ്ലോവിയൻസ്ക്, ക്രമാറ്റോർസ്ക് തുടങ്ങിയ നഗരങ്ങളിൽ 40-ലധികം മിസൈലുകൾ റഷ്യ വിക്ഷേപിച്ചതായി റിപ്പോർട്ട്. രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് എന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കി. കുവൈറ്റിലെ ഗാർഹിക തൊഴിലാളികൾക്ക് സ്വകാര്യ മേഖലയിലേക്ക് വിസ ട്രാൻസ്ഫർ ചെയ്യാൻ അനുമതി. ഔദ്യോഗിക ഗസറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതോടെ പുതിയ തീരുമാനം പ്രാബല്യത്തിൽ വരും. 2 മാസത്തേക്കാണ് വിസ മാറ്റാൻ അവസരം. സ്വകാര്യ മേഖലയിലെ തൊഴിലാളി ക്ഷാമം പരിഹരിക്കുക ലക്ഷ്യം. പ്രവാസികൾക്ക് കനത്ത തിരിച്ചടിയായി സൗദിയിൽ സ്വദേശീവൽക്കരണം. സ്വകാര്യ മേഖലയിലെ എഞ്ചിനീയറിംഗ് ജോലികളിൽ 25% സ്വദേശീവൽക്കരണം ജൂലൈ 21 മുതൽ പ്രാബല്യത്തിൽ. യുഎഇയിലെ ആദ്യ AI അധിഷ്ഠിത തേൻ പരിശോധനാ കേന്ദ്രം അബുദാബിയിൽ. ലബോറട്ടറി ആഗോള ടെക് കമ്പനിയായ M42വിന്റെയും അബുദാബി ക്വാളിറ്റി ആൻഡ് കോൺഫോർമിലിറ്റി കൗൺസിലിന്റെയും നേതൃത്വത്തിൽ തേൻ ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുകയാണ് ലക്ഷ്യം. അമേരിക്കയിലെ ടെക്സാസ് തീരത്തുള്ള തുറമുഖങ്ങൾ അടച്ചു. നടപടി ട്രോപ്പിക്കൽ കൊടുങ്കാറ്റ് ബെറിലിനെ സമർപ്പിച്ചതിനെ തുടർന്ന്. ആഫ്രിക്കൻ ഒച്ചുകളെ കൊണ്ട് പൊറുതിമുട്ടി ഇടുക്കി ഹൈറേഞ്ചിലെ കാർഷിക മേഖല. കാർഷിക വിളകൾ പൂർണ്ണമായും തിന്നു നശിപ്പിക്കുന്ന ഇവയെ പ്രതിരോധിക്കാൻ കൃഷിവകുപ്പ് ഉടൻ നടപടികൾ സ്വീകരിക്കണമെന്ന് കർഷകരുടെ ആവശ്യം. കൊടും ചൂടിൽ വെന്തുരുകുന്ന ദുബായ് പ്രവാസി തൊഴിലാളികൾക്ക് ആശ്വാസമായി അൽ ഫ്രീഷ് ഫ്രിഡ്ജ് ക്യാമ്പയിൻ. തൊഴിലാളികൾക്ക് പ്രത്യേകം ശീതീകരിച്ച വാഹനങ്ങളിൽ സൗജന്യമായി ഐസ് പോപ്പുകളും ജ്യൂസുകളും വാട്ടർ ബോട്ടിലുകളും എത്തിക്കുന്ന ക്യാമ്പയിൻ ഓഗസ്റ്റ് 23 വരെ തുടരാനാണ് സംഘാടകരുടെ തീരുമാനം. ഡോണിന് ശേഷം ശിവകാർത്തികേയനും SJ സൂര്യയും വീണ്ടും ഒന്നിക്കുന്നു. 2022 വലിയ വിജയം നേടിയ ഡോൺ ഒരുക്കിയ സിബി ചക്രവർത്തിയുടെ സിമനിമയിലാണ് വീണ്ടും ഹിറ്റ് കോംബോ ഒന്നിക്കുന്നത്. ചിത്രത്തിൽ രശ്മി മന്ദാനയാണ് നായികയാകുന്നത്. ശിവകാർത്തികേയൻ ഇപ്പോൾ AR മുരുകദോസ് സംവിധാനം ചെയ്യുന്ന അമരനിൽ അഭിനയിക്കുകയാണ്. ഇന്ത്യൻ 2 SJ സൂര്യ വില്ലനായി വരുന്ന അടുത്ത റിലീസ്. കൽക്കി 2898 ADയിലെ ബുജിക്ക് വേണ്ടി ഡബ് ചെയ്യുന്ന കീർത്തി സുരേഷിന്റെ വീഡിയോ പുറത്ത്. ചിത്രത്തിൽ പ്രഭാസ് അവതരിപ്പിക്കുന്ന ഭൈരവ എന്ന കഥാപാത്രത്തിന്റെ സന്തത സഹചാരിയായ സ്പെഷ്യൽ കാറാണ് ബുജി. പ്രഭാസും ബുജിയും തമ്മിലുള്ള സംഭാഷണങ്ങളിൽ ബുജിക്ക് വേണ്ടിയാണ് കീർത്തി സുരേഷ് ശബ്ദം കൊടുത്തിരിക്കുന്നത്. തെലുങ്ക് നാച്ചുറൽ സ്റ്റാർ നാനി നായകനായി പുതിയ ചിത്രം സൂര്യ സ്റ്റാർ ഡേയിൽ നായിക പ്രിയങ്ക മോഹന്റെ ഫസ്റ്റ് ലുക്ക് റിലീസ് ചെയ്തു.
വിവേക് ആത്രയെ സംവിധാനം ചെയ്യുന്ന പാൻ ഇന്ത്യൻ ചിത്രം DVV എന്റർടൈൻമെന്റ് ആണ് നിർമ്മിക്കുന്നത്. ചാരുലത എന്ന പേരുള്ള പോലീസ് കഥാപാത്രമായാണ് പ്രിയങ്ക എത്തുന്നത്. സൂപ്പർ ഹിറ്റായ ഗ്യാങ് ലീഡറിന് ശേഷം വീണ്ടും നാനി പ്രിയങ്ക മോഹൻ ടീം ചിത്രത്തിലൂടെ ഒന്നിക്കുന്നു. ഇന്ത്യൻ 2-ലെ ഹിറ്റ് പാട്ടിന് ശേഷം തമിഴ് വംശജനും കനേഡിയൻ ഗായകനുമായ അബി വി ആദ്യമായി മലയാളത്തിലേക്ക്. സുരേഷ് ഗോപിയുടെ 257-ാം ചിത്രം വരാഹത്തിന് വേണ്ടിയാണ് അബി മലയാളത്തിൽ പാടുന്നത്. രാഹുൽ രാജിന്റെ സംഗീതത്തിൽ BK ഹരിനാരായണൻ എഴുതുന്ന സെമി ക്ലാസിക്കൽ ഫ്യൂഷൻ പാട്ടാണ് വരാഹത്തിനായി അബി പാടുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് താരസംഘടനയായ അമ്മയെ ബാധിക്കുന്ന വിഷയമല്ലെന്ന് നടൻ സിദ്ദിഖ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാരിന്റെ പരിഗണനയിലിരിക്കുന്ന വിഷയം. അമ്മ എക്സിക്യൂട്ടീവ് യോഗത്തിന് ശേഷം മാധ്യമങ്ങളെ കാണുകയായിരുന്നു ഭാരവാഹികൾ. എക്സിക്യൂട്ടീവിലേക്കുള്ള 4ാമത്തെ വനിതാ ഭാരവാഹിയായി ജോമോളെ തിരഞ്ഞെടുത്തു.